അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കണ്ടാൽ മനസ്സിലാവും. സംഭവം എന്ന് വെച്ചാൽ നാളെ അവൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ചിലവാണ്. കാരണം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. പാതിരാത്രി നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ട് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞ് സർപ്രൈസ് ആണ്, കൂടെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സർപ്രൈസ് എന്നും പറഞ്ഞ് ഇവിടം വരെ അവൻ കൊണ്ടുവന്നു. അതൊരു വലിയ ചതിയായിപ്പോയെന്ന് അപ്പോഴാണ് മനസ്സിലായി. ഇതിനേക്കാളും ബെറ്റർ KFC ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സീറ്റൊന്നും ഇല്ലായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഫുള്ളായിരുന്നു. അവസാനം നമുക്ക് പുറത്തിരിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം ഇത് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. സംഭവം ചതിയെന്ന് പറഞ്ഞാൽ ഇത്രയും നടന്നു വന്നിട്ട് നമുക്ക് സീറ്റും കിട്ടിയില്ല. ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയാണ് ഇവിടം പറയുന്നത്. ഇതിനേക്കാളും അടുത്തായിരുന്നു നമുക്ക് KFC. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇത്രയും കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി 3-3.5 കിലോമീറ്റർ തിരിച്ച് നടക്കണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത്. ഇത്രയും നടക്കാൻ ലോങ് ഉണ്ടായിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിനും കൂടെ കയറി. കുറച്ച് നടന്നിട്ടാണ് ഷോപ്പിങ്ങിന് കയറിയത്. അപ്പോഴത്തേക്ക് പിന്നെ ബാക്കി പകുതി നടന്നാൽ പോരെ, കുറച്ച് ഇൻ്റർവെല്ലായില്ലേ. ഞാൻ അവിടെ കറങ്ങി നടന്ന് ഇവന് കുറച്ച് സാധനം വാങ്ങണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെ ഇവിടെയൊക്കെ പരതി നടന്നു മാത്രമേ ഉള്ളൂ. അവർ 2-3 ഐറ്റംസ് എടുത്തോളൂ. ഇവിടെ അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്താണെന്നറിയില്ല, നല്ല കളക്ഷൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ അല്ല വീഡിയോ. ഷൂസൊക്കെ കണ്ടില്ല, നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. അങ്ങനെ ഈ പർച്ചേസ് കഴിഞ്ഞിട്ട് നമ്മൾ പാതിരാത്രി 3 മണിക്ക് വീണ്ടും തിരിച്ചിറങ്ങി നടക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് പറഞ്ഞടാ മതി, ബില്ലടിക്കാൻ സമയം പോകാമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. ഒരു കാര്യം വിട്ട് ഇവിടെ ജേഴ്സി അവൈലബിൾ ആണ് കേട്ടോ, റയൽ മാഡ്രിഡിൻ്റെ ആൾസോ.